അപ്പൊ ഇനിയും വിനായകെ Sir, ആ ചോദ്യം ഒന്ന് വായിച്ചേ വിനായകെ. let A be a non-singular square matrix of order 3 by 3. Then എ എന്ന് പറയുന്നത് എങ്ങനെയുള്ള മെട്രിക്സ് ആണ്? non-singular square matrix. നോൺ സിംഗുലർ ആയിട്ടുള്ള Matrix. സ്ക്വയർ മെട്രിക്സ് ആണ്. എന്താണ് ഈ അതെ. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ അർത്ഥം? നോൺ സിംഗുലർ Singular അല്ലാത്ത. അതെനിക്ക് മനസ്സിലായി. അതിന് മെട്രിക്സിനകത്ത് ഒരു അർത്ഥം വിനായകനോട് പറഞ്ഞു, സിംഗുലർ അല്ലാത്ത മെട്രിക്സിനെയാണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് നോൺ സിംഗുലർ മെട്രിക്സ്? ഡിറ്റർമിനന്റ് എ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? Non-singular matrix. നോൺ സിംഗുലർ മെട്രിക്സ്. ഓക്കെ, എന്നിട്ട് then find determinant of adj A is equal to ഓർഡർ 3 എന്ന് പറഞ്ഞിട്ടില്ലേ? അത് വായിച്ചാൽ നേരത്തെ. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 3 by 3. ഓർഡർ 3 by 3 ആണ്. എന്നിട്ട് then find the determinant of adj A equal to determinant of adj A is equal to താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ അല്ലേ? അതെ. നമ്മള് തിയറി പഠിച്ചതിനകത്ത് ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഡിറ്റർമിനന്റ് adj A ഈക്വൽ ഡിറ്റർമിനന്റ് A the whole raised to n-1 എന്നൊരു ഫോർമുല നിങ്ങൾ തിയറിയുടെ ബുക്കിനകത്ത്, അതായത് നമ്മുടെ നോട്ട് ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡിറ്റർമിനന്റ് adj A ഈക്വൽ adj A ഈക്വൽ എന്നെന്ത് പറയുന്നത് നമ്മുടെ മെട്രിക്സിന്റെ ഓർഡർ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിറ്റർമിനന്റ് adj A ഈക്വൽ ഡിറ്റർമിനന്റ് A the whole raised to n-1 3 minus 1 ഈക്വൽ ഡിറ്റർമിനന്റ് A റൈസ് ടു 3 നിന്ന് കുറച്ചാൽ 2. ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് തന്നിരിക്കുന്നതിനകത്തുണ്ടോ? ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അപ്പോ ആൻസർ ഓപ്ഷൻ ബി അല്ലേ? അതെ സർ. ഓക്കെ, പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നവർക്ക് ഡൗട്ട് മാറിയോ? അറിയോ? ഓക്കെ, ഇത് എഴുതിയെടുത്തോ. എഴുതിയെടുക്കുവാ സർ. എഴുതി കഴിയുമ്പോ പറയണം കേട്ടോ. എഴുതി സർ. അപ്പോ അടുത്ത വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഉണ്ട് സർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വൺ വേർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ അഭിനവ് വിനോദ് ഒന്ന് വായിച്ചാട്ടെ. If A is an invertible matrix of order 2. A എന്ന് പറയുന്നത് ആരാണ്? Invertible matrix of order 2. ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. എന്തോ അഭിനവ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാല്? ആ മെട്രിക്സിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഓർഡർ എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിനന്റ് A ഇൻവേഴ്സ്. ഈ എയുടെ ഇൻവേഴ്സ് ആയ A ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. നോക്കാ, നിങ്ങളുടെ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചു വെച്ചോണം. ഡിറ്റർമിനന്റ് A ഇൻവേഴ്സ് ഈക്വൽ
1 ഡിറ്റർമിനന്റ് എ. എന്താണ് ഫോർമുല? ഡിറ്റർമിനന്റ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ്. ഇതാണ് ഫോർമുല. ഈ ഫോർമുല ആ ഓപ്ഷനകത്തിലുണ്ടോ? ഉണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി. അപ്പൊ പഠിച്ചു വെച്ചോണം. ഡിറ്റർമിനന്റ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താ ഉത്തരം? മിണ്ടുന്നില്ല. എന്താ ഉത്തരം? 1 ബൈ ഡിറ്റർമിനന്റ് എ. ഇങ്ങനെയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇപ്പൊ പരീക്ഷയ്ക്ക് ധാരാളമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഹോംവർക്ക് കംപ്ലീറ്റ് ആയല്ലോ. Hi, sir. ഓക്കെ. Hi, sir.